അതേസമയം കൊടും കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ആലപ്പുഴയിലെ മാന്നാർ എന്ന ഗ്രാമം. അനിൽകുമാറിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് കലയുടെ തിരോധാനം കൊലപാതകമാണെന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് വരെ നാട്ടിൽ സജീവമായി ഉണ്ടായിരുന്ന ആളായിരുന്നു അനിൽകുമാർ. ഇന്നുച്ചയോടെയാണ് പോലീസ് സംഘം മാന്നാറിലെ അനിൽകുമാറിന്റെ വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് പരിശോധനയ്ക്ക് എത്തിയത്. പോലീസ് പരിശോധന ആരംഭിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് നാട്ടുകാർ ഈ വിഷയം അറിയുന്നത്. പൊതുമണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകളാണ് കേസിലെ പ്രതിപട്ടികയിലുള്ളത്. ഇതിന്റെ ഞെട്ടൽ നാട്ടുകാർ മറച്ചുവെക്കുന്നില്ല. 10-17 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. നമുക്കറിയാവുന്ന പിള്ളേരാണ് ഇതിനകത്ത് പ്രതികൾ. ചെറുപ്പം മുതലേ അറിയാവുന്നവരാണ്. അവരൊക്കെ SNDP യൂണിയനുമായിട്ടും അതുപോലെ തന്നെ കോൺട്രാക്ട് വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന പിള്ളേരാണ്. ഇന്നലെ സത്യത്തിൽ ഇത് കേട്ടപ്പോൾ തൊട്ട് ഞെട്ടലാണ് നമുക്ക്. കാരണം ഇവരിതിനകത്ത് ഇൻവോൾവ് ആണോ എന്നറിയില്ല. കാരണം ഇതിനകത്ത് പ്രതിയായിരിക്കുന്ന വെളിയിലുള്ള പയ്യനെ നമ്മളിപ്പോഴാണ് നമ്മൾ ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതാണ് കക്ഷിയെന്ന്. കലയെ കാണാതായി 15 വർഷം പിന്നിട്ടതിനാൽ ചെറിയ ഓർമ്മ മാത്രമാണ് ഇവർക്കുള്ളത്. അനിൽകുമാർ ആഴ്ചകൾക്ക് മുൻപാണ് വിദേശത്തേക്ക് പോയത്. കോൺട്രാക്ടർ ജോലിയായതിനാൽ നാട്ടുകാരും വീട്ടുകാരുമായി അനിൽകുമാർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 15 വർഷക്കാലമായിട്ട് എവിടെയോ പോയിരിക്കുന്നു എന്നറിയുന്ന ഒരാൾ പെട്ടെന്ന് കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഞെട്ടലുണ്ടാകത്തില്ലേ. കല ഇന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് കൺഫേം ആയി കല അറിയാം. സ്വഭാവം അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് അവരുമായിട്ടൊരു അടുപ്പം ഇല്ലാത്തതുകൊണ്ട് സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞില്ല. ഇതിനു മുമ്പ് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഉള്ളതായിട്ട് നമുക്കറിയില്ല. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ആലപ്പുഴ.